ലിസൺ സ്റ്റാറിൻ്റെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു. ആ പോഡ്കാസ്റ്റിനിടയിൽ ഓസി സ്പേസറായിട്ടുള്ള മിച്ചൽ സ്റ്റാർക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 2026 നടക്കുന്ന T20 വേൾഡ് കപ്പിന് ഞാൻ കളിക്കോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കളിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ സൈഡ് ലൈനിൽ കളി കാണാനെങ്കിലും ഞാൻ ഉണ്ടായിരിക്കും എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. പിന്നെ IPL കുറിച്ച് പറയുക എന്താണെന്ന് വെച്ചാൽ, IPL കിരീടം KKR നേടിയതിനകത്ത് ഞാൻ സന്തോഷവാനാണ്. പക്ഷേ കിരീടത്തിനുള്ള പ്രൈസ് മണിയായിട്ട് അവാർഡ് ഡിസ്ട്രിബ്യൂഷൻ പ്രോഗ്രാമിനിടയിൽ വെച്ചിട്ട് 20 കോടി പ്രൈസ് മണി റിസീവ് ചെയ്യാൻ KKR ക്യാപ്റ്റനെ ക്ഷണിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് രഘുവംശി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ സ്റ്റാർക്കിന് മാത്രമായിട്ട് 24 കോടി പോകും, പിന്നാണ് 20 കോടി എന്ന്. അത് ഫണ്ണി മൊമെൻ്റ് ആണെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്ന വേറെ ഒന്നുമല്ല, ക്രിക്കറ്റിനകത്ത് പ്രൈസ് മണി എന്നതിനെക്കാട്ടി ഉപരിയായിട്ടുള്ള ബിസിനസ് ഇൻട്രസ്റ്റ് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് പൈസ കിട്ടുന്നുണ്ട് എന്നുള്ളതാണല്ല, വേറെ ഒന്നുമില്ല. പിന്നെ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റുകളിലൊന്ന്, ഇന്ത്യക്കെതിരെ T20 വേൾഡ് കപ്പിൽ ഞാൻ ആകെ 5 മോശം പന്തുകളാണ് ഇറങ്ങിയത്. ആ 5 മോശം പന്തുകളെയും രോഹിത് ശർമ്മ അടിച്ച് കണ്ടെത്തി കിറ്റി. അതായത് രോഹിത് ശർമ്മ സിംപ്ലി പറയുന്നത് ഇങ്ങനെയാണ്, കഴിഞ്ഞ T20 വേൾഡ് കപ്പിൽ ഞാൻ ഇന്ത്യക്കെതിരെ ആകെ എറിഞ്ഞ മോശം പന്തുകളുടെ എണ്ണം 5 ആണ്. ആ 5 പന്തുകളും രോഹിത് ശർമ്മ സിക്സറിനെ തൂക്കി എന്നാണ് മിച്ചൽ സ്റ്റാർക്ക് പറഞ്ഞത്. അതായത് സ്റ്റാർക്കിന് എല്ലാത്തിനെ കുറിച്ചും വ്യക്തമായിട്ടുള്ള അവബോധവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ രോഹിത്തിനെതിരെ മിസ് ബോൾ എറിഞ്ഞാൽ ഫോമായി നിൽക്കുന്ന രോഹിത്തിന്റെ മുന്നിലേക്ക് പാഴായ പന്തും കൊണ്ട് ചെന്നാൽ ആ പാഴായ പന്തെല്ലാം കണ്ടത്തിൽ നിന്ന് ആരെങ്കിലും പോയി പിറക്കിക്കൊണ്ട് വന്നില്ലെങ്കിൽ വരാനേ പറ്റൂ.